സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഇൻഷാ അല്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدني علما نافعا. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം ഈ വേദിയിൽ ഒരിക്കൽ കൂടി സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ. പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ ഇവിടേക്ക് എന്നെ ക്ഷണിച്ച, വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ട് ഇൻഫ്ലുവൻസർ സ്പീക്കേഴ്സ് എന്ന കോഴ്സിലൂടെ ഞങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബെറ്റർ മുസ്ലിം ആവാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഇസ്ലാമിക് വുമൺ ആവാം എന്നത് ഞങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മുന്തസ് മാമിന് ഞാൻ നന്ദി പറയുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. അൽഹംദുലില്ലാ, അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മനസ്സും ഈമാനും കരുത്തുറ്റതാവാൻ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഞാൻ ഇവിടെ തുടങ്ങി വെക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുഅ്മിനു ഖവിയ്യുൻ ഖൈറുൻ വ അഹബ്ബ ഇലല്ലാഹി മിനൽ മുഅ്മിനുൽ ളഈഫു വഫീ കുല്ലി ഖൈർ. അൽ മുഅ്മിനുൽ ഖവിയ്യുൻ, ശക്തനായിട്ടുള്ള വിശ്വാസിയാണ്, ഖൈറുൻ വ അഹബ്ബ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഉത്തമനും. അപ്പൊ മുഅ്മിനീങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മുഅ്മിന് ഖവിയ്യുനായിട്ടുള്ള മുഅ്മിനാണ്, ലഈഫായിട്ടുള്ള മുഅ്മിനേക്കാൾ. എന്നാലോ വഫീ കുല്ലി ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട് തരം. രണ്ടു ടൈപ്പായിട്ട് മുഅ്മിനീങ്ങളെ മാറ്റുകയാണ്. ഒന്ന്, പവർഫുൾ ആയിട്ടുള്ള നല്ല ശക്തരായിട്ടുള്ള മുഅ്മിനീങ്ങൾ. രണ്ടാമതായിട്ട് ലഈഫായിട്ടുള്ള മുഅ്മിനുകൾ. നമ്മൾ ശക്തരായിട്ടുള്ള മുഅ്മിനീങ്ങളാണോ അല്ലയോ എന്ന് നാം പരിശോധിക്കേണ്ടത്. അത് എങ്ങനെയാണ് നാം പരിശോധിക്കുക? പരിശുദ്ധ ഖുർആനിൽ സൂറ അൻകബൂത്തിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ. മനുഷ്യൻ അവർ വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അവർ പരീക്ഷിക്കപ്പെടാതെ അവരെ വിട്ടയക്കപ്പെടും എന്ന് അവർ കരുതുന്നുവോ? അതായത് വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം മതിയാവില്ല. അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, അവരുടെ വിശ്വാസം സത്യസന്ധമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, വിശ്വാസം എന്നുള്ളത്, ഈമാൻ എന്നുള്ളത് നമ്മൾ വെറും വായ കൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിൽ ഉറച്ച് പ്രവൃത്തികളിൽ പ്രകടമായിരിക്കണം. അപ്പൊ പരീക്ഷണങ്ങൾ എന്നുള്ളത് നമ്മുടെ ഈമാനെ പവർഫുൾ ആണോ അല്ലയോ എന്ന് നോക്കാനുള്ളതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എങ്ങനെയൊക്കെ പരീക്ഷിക്കും? നമ്മുടെ നഫ്സിന് കുറെ സുഖങ്ങളും നമ്മുടെ മുന്നിൽ ഇട്ട് തന്നുകൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മൾ എന്ത് തെറ്റും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് ഒരുങ്ങി നിൽക്കും. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോ ഖുവ്വത്തുള്ള മുഅ്മിനാണെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ അയാള് കവഞ്ഞു മാറ്റി മുന്നോട്ട് പോകും. അല്ലെ, അതുപോലെ തന്നെ ശൈത്താന് പല രീതിയിലുള്ള വസ്വാസുകളും നമ്മുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് നമ്മെ പരീക്ഷിക്കും. നമ്മൾ ഖുർആൻ ഓതാൻ എടുക്കുമ്പോൾ നമുക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ നമ്മളെ മുന്നിലേക്ക് പെട്ടെന്ന് ശൈത്താൻ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തരും. അല്ലെ, അപ്പൊ നമുക്ക് അത് അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള പണികളിലേക്ക് നീങ്ങും. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കരിക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ചില സമയങ്ങളിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് ശൈത്താൻ കടന്നു വരും. അതേപോലെ തന്നെ ദിക്റിന്റെ കാര്യത്തിലാണെങ്കിലും വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾക്കിടയിൽ ശൈത്താന്റെ ഇടപെടൽ ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ നഫ്സില് വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ നഫ്സിൽ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മെ പരീക്ഷിക്കും. അതുപോലെ തന്നെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകിക്കൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ മരണപ്പെടുത്തിക്കൊണ്ടും സാമ്പത്തിക പ്രയാസങ്ങൾ വരുത്തിക്കൊണ്ടും മക്കളിലൊക്കെ രോഗങ്ങൾ നൽകിക്കൊണ്ടും നമ്മെ പരീക്ഷിക്കും. അല്ലെ, അങ്ങനെ ഏത് രീതിയിലും അള്ളാഹു നമ്മളെ പരീക്ഷിക്കാം. ഈ പരീക്ഷണങ്ങള്
നമ്മുടെ ഈമാനിന് കൂവത്തുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ മാറേണ്ടത് നല്ല കൂവത്തുള്ള ഈമാനിന്റെ ഉടമകളായിട്ടാണ്. അതിന് എന്താണ് ഒരു വഴി? ഒന്നാമത്തേത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നതാണ്. അള്ളാഹുവിന്റെ അസ്മാഹുൽ ഹുസ്ന, അള്ളാഹുവിന്റെ അസ്മാഹു സിഫാത്തുകൾ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അലീമാണ്, അള്ളാഹു ബസീറാണ് എന്നുള്ള ഈ രണ്ട് ഇസ്മ മനസ്സിലാക്കിയാല് ഒരാള് പിന്നീട് അയാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല, അയാൾക്ക് തെറ്റ് ചെയ്യാനായിട്ട് തോന്നുകയില്ല. കാരണം അള്ളാഹു അലീമാണ് എന്ന് പറയുകയാണ്. ഒരു തിന്മ ചെയ്യാനുള്ള സാഹചര്യം നമ്മിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്മ നമ്മുടെ മനസ്സിലേക്ക് വരും, അല്ലെ? അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ, അള്ളാഹു അലീമാണല്ലോ. എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലും നാട്ടുകാരറിഞ്ഞിട്ടില്ലെങ്കിലും കുടുംബക്കാരറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അല്ലെ? അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, അള്ളാഹു ബസീറാണല്ലോ, അല്ലെ? ഇങ്ങനെ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് ഈ ഒരു തെറ്റിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിച്ചാല് എനിക്ക് എന്താ പറയാൻ കഴിയുക, അല്ലെ? എനിക്ക് എന്ത് മറുപടി അള്ളാഹുവിന്റെ അടുത്ത് പറയാൻ കഴിയുക? അങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മുകൾ ഓരോന്നോരോന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ ഇങ്ങനെ നല്ല പവർഫുൾ ആയിട്ട് നല്ല ശക്തിയുള്ളതായിട്ട് മാറും. നമ്മുടെ ഈമാൻ കൂവത്തുള്ളതാക്കി മാറ്റാൻ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയും അതുപോലെ തന്നെ അസ്മാഉ സിഫാത്തുകളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. രണ്ടാമത്തേതായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയും വേണം. ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മരണാനന്തര ജീവിതത്തെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം, അല്ലെ? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് രണ്ട് രീതിയിലാണ് പ്രതികരിക്കുക. ഒന്ന്, എന്നെ വേഗം കൊണ്ടുപോകുവാൻ പറയും, അല്ലെ? രണ്ടാമതായിട്ട്, എങ്ങോട്ടാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. ഈ രണ്ട് തരത്തിലാണ് മയ്യത്ത് നമ്മളോട് എന്താ പറയുക, ഈ രീതിയിലാണ് പ്രതികരിക്കുക. അതിനു മുമ്പ് തന്നെ നമ്മുടെ മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത്, റൂഹ് പിടിക്കാനായി വരുന്ന സമയത്ത്, ആ സമയത്താണ് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക, അല്ലെ? നമ്മൾ വിജയിയാണോ, നമ്മൾ സ്വർഗത്തിലേക്കുള്ള ആളാണോ? അതൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അമൽ സോലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂവത്തുള്ളതായിട്ട് മാറും. പിന്നെ നമ്മൾ ഖബറിൽ വെച്ച് നമ്മുടെ മക്കൾ പിരിഞ്ഞു പോകും, അല്ലെ? നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും നമ്മളെ ഖബറിൽ വെച്ചിട്ട് തിരിഞ്ഞു പോകും. ആ സമയത്ത് ഖബറിൽ ആ ഒരു മണ്ണിൽ കിടക്കുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ വർത്താനം എന്താണ് എന്ന് ചോദിക്കാന് വാട്സപ്പിൽ ആരും മെസ്സേജ് അയക്കൂല, അല്ലെ? ഇന്ന് നമ്മളോട് മെസ്സേജ് അയക്കാനും നമ്മളെ വിവരങ്ങൾ ചോദിക്കാനും ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാനോ നമ്മുടെ വിവരങ്ങൾ അന്വേഷിക്കാനോ നമ്മളെ വിളിക്കാനോ ആരും തന്നെ ഉണ്ടാവൂല. നമ്മളെ ഒരു ഫോൺ വിളിക്കാൻ പോലും ഒരാളും ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഖബറിലാണ് എന്ന് നമുക്കൊരു സ്റ്റാറ്റസ് വാട്സപ്പിൽ വെക്കാനോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി വെക്കാനോ ഒന്നും തന്നെ നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ ഏകാംഗിയായിട്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം നമ്മൾ ചെയ്ത നല്ല അമൽ സോലിഹാത്തുകളാണ് നമുക്ക് അവിടെ തണലായിട്ടുണ്ടാവുക, അല്ലെ? അതല്ല നമ്മൾ തിന്മകളാണ് ചെയ്തതെങ്കിലോ അത് നമുക്ക് അവിടെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാവും എത്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാന് നമുക്ക് കരുത്തുറ്റതാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖബറിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുന്ന ഒരു സമയമുണ്ട്, അല്ലെ? അന്ത്യനാളെത്തുന്ന സമയത്ത് കൽ ഫറാഷിൻ മബ്സൂസ്, ഈയാമ്പാറ്റകളെ പോലെ ഖബറിൽ നിന്ന് മനുഷ്യർ പുറത്തേക്ക് വരും. എന്നിട്ട് മഹ്ശറ മൈതാനത്ത് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് നഫ്സി നഫ്സി എന്ന് പറയുന്ന, അല്ലെ? നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ആലോചന ഇല്ലാതാകുന്ന ഒരു സമയം, അല്ലെ? ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. അവരുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും നമ്മുടെ ജീവിതത്തിലെ മുഖ്യ സമയവും നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മുടെ ചിന്തയായാലും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ നമ്മുടെ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ? എന്നാൽ ഈ മക്കളെ കുറിച്ച് നമ്മളെ കുറിച്ച് മക്കൾ ചിന്തിക്കാത്ത, നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കാത്ത, നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ചിന്തിക്കാത്ത ആ ഒരു സമയം വരാനുണ്ട്, അല്ലെ? അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നരകത്തില് സിറാത്ത് എന്നൊരു പാലല്ലേ, അതിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകേണ്ട ഒരു സമയം. ഇതൊക്കെ ആലോചിക്കുമ്പോൾ, ഇങ്ങനെ ഒരു മരണാനന്തര ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്താല് നമ്മുടെ ഈമാന് കൂവത്തുള്ളതായിട്ട് മാറും. മറ്റൊന്ന്, നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക എന്നതാണ്. നല്ല ആളുകളുമായിട്ട് നമ്മുടെ സൗഹൃദമെങ്കിൽ അവരിലുള്ള നന്മകൾ നമ്മിലേക്ക് കടന്നു വരും, അല്ലെ? നമ്മളെ കൂട്ടുകെട്ട് നല്ലതാണെങ്കിൽ അവരിലുള്ള നന്മകള്, അള്ളാഹുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്നുള്ള നന്മകൾ നമ്മളിൽ എത്തും.
നമ്മുടെ ജീവിതത്തിൽ വരുന്നതോട് കൂടി നമ്മുടെ ഈമാന് ശക്തിയുള്ളതായിട്ട് മാറും. അപ്പൊ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് നാം ഓരോരുത്തരും പരിശോധിച്ചു കൊണ്ടിരിക്കണം. ലൈഫായിട്ടുള്ള ഈമാൻ കുറയുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളാണോ നമ്മുടേത്, അതല്ല ശക്തരായിട്ട് ഈമാനുള്ള ആൾക്കാരാണോ നമ്മുടെ കൂട്ടുകെട്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. എല്ലാ സുഹൃത്തുക്കളെയും ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, അവരുടെ ലൈഫായിട്ടുള്ള ഈമാനിലേക്ക് നമ്മൾ തരം താഴ്ന്നു പോവാതിരിക്കുക, അല്ലെ? നമ്മളെ ഈമാനിനെ ലോ ലെവലിലേക്ക് എത്തിക്കുന്ന കൂട്ടുകെട്ടാണ് നമുക്കുള്ളതെങ്കിൽ അതിലേക്ക് നമ്മൾ തരം താഴാതിരിക്കുക, അല്ലെ? നമുക്ക് നല്ല ശക്തി തരുന്ന, നമ്മുടെ ഈമാൻ നിലനിർത്താൻ പറ്റുന്ന അത്തരം കൂട്ടുകെട്ടിൽ നമ്മൾ വ്യാപൃതരാകുക, അല്ലെ? അതുപോലെ തന്നെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതം പല പ്രയാസങ്ങളിലൂടെയും ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ചിലതൊക്കെ എന്താണ് കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ്, അല്ലെ? മനസ്സ് തളരുന്നതോ അധികം ശക്തിയുള്ള ഈമാനുള്ള ആളുകളുടേതാണ്. എങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ആ സമയത്ത് അവർക്കൊരു ടെൻഷനും ബേജാറും ഒക്കെ ഉണ്ടെങ്കിലും അവർ അതിനൊക്കെ തരണം ചെയ്യും. കാരണം അവർക്ക് അതിലൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും കാരണം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത്, ആ സമയത്ത് ആ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അവർക്കത് പ്രയാസമാണെങ്കിലും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടതും എന്റെ മക്കൾക്ക് രോഗം വന്നതും അതേപോലെ തന്നെ എന്റെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ ആയതും എന്റെ ശാരീരിക അവസ്ഥ ഇങ്ങനെ ആയതും ഒക്കെ ഇങ്ങനെ തുടങ്ങി എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതെല്ലാം ഞാൻ തീരുമാനിച്ചിട്ട് നടന്ന കാര്യമല്ല, അല്ലെ? ഇതൊക്കെ എവിടുന്നാണ്? എന്റെ അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? നമുക്ക് എന്ത് പ്രയാസങ്ങൾ ലൈഫിൽ വന്നാലും അതൊക്കെ നമ്മുടെ അള്ളാഹുവിന്റെ ഖദറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഈമാനുള്ള കരുത്തറ്റ ആൾക്കാർക്ക് ഇത്തരം പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ വന്നാലും ആദ്യം അവർ പതറുമെങ്കിലും അവർക്ക് അത് തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും. കാരണം എന്താ? അവർ അള്ളാഹുവിന്റെ ഖദറില് അത്രയും ശക്തമായി വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ട്, അല്ലെ? അള്ളാഹുവിന്റെ ഖദർ എന്താണോ, അള്ളാഹു എന്താണോ എനിക്ക് വിധിച്ചിട്ടുള്ളത് അത് ഞാൻ പരിപൂർണമായിട്ടും സംതൃപ്തനാണ്, അല്ലെ, അതില് എന്നുള്ള ആ ഒരു ബോധം അത് നമ്മുടെ മനസ്സിനെ ഈമാനുള്ളതാക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖദറിൽ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അവസ്ഥയിൽ സബറോട് കൂടി മുന്നോട്ട് പോവുക എന്നതാണ്. അള്ളാഹുവിന്റെ ഖദർ ഇതാണ്, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ നീ എനിക്ക് ഇതിൽ പ്രതിഫലം നൽകണമേ എന്നുള്ള ആ ഒരു സബർ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ ഈമാൻ ഖുവ്വത്തുള്ളതും നമ്മുടെ മനസ്സ് ഖുവ്വത്തുള്ളതുമായി മാറും. പിന്നെ ഭാവിയിലെ പലതരത്തിലുള്ള ഭാവിയെ കുറിച്ചുള്ള ചിന്തകൾ, അല്ലെ? നമ്മളെ ഈമാനിനെ പ്രയാസപ്പെടുത്തുന്നത് ഭാവിയിലുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മളെ മക്കളെ സ്കൂളിലേക്ക് ഓരോ കോഴ്സിനൊക്കെ ചേർത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം ഇല്ലാണ്ട് വരുമ്പോ നമ്മൾ പ്രയാസപ്പെടുക, അല്ലെ? അത് എവിടുന്ന് ഈ പൈസ ഇനി എവിടുന്ന് കിട്ടും? അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ കല്യാണപ്രായം എത്തുമ്പോ അവരെ കല്യാണം കഴിച്ചയക്കണല്ലോ, അല്ലെ? അതിനു വേണ്ടിയിട്ടുള്ള സമ്പത്ത് നമുക്ക് എവിടുന്ന് കിട്ടും? അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഭാവിയെ കുറിച്ചുള്ള ഇങ്ങനെ ആശങ്കകൾ നമ്മിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മനസ്സങ്ങ് തളർന്നു പോകും, അല്ലെ? അപ്പോ അതില്ലാതിരിക്കണമെങ്കിൽ അള്ളാഹുവെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പരമേൽപ്പിക്കുക. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് ആരാണ്? സർവ്വ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത്? അള്ളാഹു ആണ്, അല്ലെ? അള്ളാഹു ആണ് റാസിഖ്. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ മൃഗങ്ങളായാലും പിന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ജീവികളായാൽ പോലും അവർക്കൊക്കെ ആശ്വാസമായിട്ടുള്ളത് എല്ലാം നൽകുന്നത് അള്ളാഹു ആണ്, അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും നൽകുന്നത് അള്ളാഹു ആണ്. കടലിലുള്ള വലിയ തിമിംഗലം മുതൽ നമ്മുടെ ചുറ്റിലുമുള്ള കുഞ്ഞു ഉറുമ്പുകൾക്ക് വരെ അന്നം നൽകുന്നത് അള്ളാഹു ആണ്, അല്ലെ? അവയുടെ ഒക്കെ ശരീരത്തിന് ചലനശേഷി നൽകിയതും അള്ളാഹു ആണ്. ആ അള്ളാഹു എന്റെ കാര്യം, എന്റെ മക്കളുടെ കാര്യം, എന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യം ഇതൊക്കെ അള്ളാഹുവിന് പരിഹരിക്കാൻ കഴിയും. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു തവക്കൽ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തമാവും, അല്ലെ? നമ്മുടെ ഈമാന് കൂവത്തുള്ളതായിട്ട് മാറും. മറ്റൊന്ന്, പ്രതീക്ഷയുണ്ടാവണം. നമുക്ക് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ ശരിയായി നല്ലൊരു അവസ്ഥ വരും, അല്ലെ? ഇതൊക്കെ മാറി നമുക്ക് നല്ലൊരു അവസ്ഥ വരും. ആ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ വരുന്ന സമയത്ത് മനസ്സിന്റെ ആ ഒരു തളർച്ച മാറി കിട്ടും, അല്ലെ? നിരാശ അതങ്ങനെ പോയി കിട്ടും. കൂടുതൽ കൂവത്തുള്ളതായിട്ട് നമ്മുടെ മനസ്സ് മാറും. അതോടൊപ്പം നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവെ നീ പരിഹരിച്ചു തരണേ എന്ന്.
എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ ഈമാൻ കൂവത്തുള്ളതാവാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളിൽ ചിലതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്തുകൾ നമ്മൾ പഠിക്കുക, അല്ലെ? അവയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന് പഠിക്കുകയും അതിലെ ആയത്തുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുക. മൂന്നാമതായിട്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെ? നമ്മൾ ഇവിടെ ഒരിക്കലും നമ്മൾ ശാശ്വതമല്ല, അല്ലെ? നമുക്കെല്ലാവരും ഇവിടുന്ന് പോവാനുള്ളതാണ്. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പ്രയാസങ്ങൾ അത് നമ്മൾ സ്വബറോട് കൂടി കാണുക. അതേപോലെ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടാതെ അത് അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഇരിക്കുക. അതേപോലെ തന്നെ പ്രതീക്ഷയുള്ളവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുക. അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇങ്ങനെ ആവുന്ന സമയത്ത് ആ ഈഫായിട്ടുള്ള ഈമാനിൽ നിന്ന് കുവ്വത്തുള്ള ഈമാൻ നമുക്ക് ഉണ്ടാവും. അങ്ങനെ കുവ്വത്തുള്ള മുഅ്മിനീങ്ങളായിട്ട് നാം മാറും എന്നതാണ്. വഫീ കുല്ലി ഖൈർ. അപ്പോ എല്ലാ മുഅ്മിനുകളിലും ഖൈർ ഉണ്ട് താനും. അപ്പൊ നമുക്ക് ഈമാനിന്റെ അവസ്ഥ ഇതെങ്ങനെ, ചില സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ ലോ ലെവലായി നമ്മളെ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെ? നമുക്ക് പരിശ്രമിച്ച് നോക്കാം. അടുത്തതായി പറയുന്നത് ഇഹ്രിസ് അലാ മാ യൻഫഅ്. നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ തിരക്കുള്ള ആളായിട്ട് മാറണം എന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത് അത് നമ്മുടെ സമയമാണ്, അല്ലെ? ആ സമയം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ദുനിയാവിൽ ഉപകാരം കിട്ടണം, അല്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടണം. ഈ രണ്ട് ലോകത്തും ഉപകാരം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമയത്തെ നമ്മൾ പാഴാക്കി കളയരുത് എന്നതാണ്, അല്ലെ? ഇഹ്രിസ് അലാ മാ യൻഫഅ്. നമ്മൾ എന്തെങ്കിലും കാരണങ്ങള് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ ഏതായാലും നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത്, അല്ലെ? നമ്മൾ ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ സമയം ഒരു ദിവസത്തിൽ നാം എങ്ങനെ ഉപയോഗിച്ചു, എന്റെ സമയം എങ്ങനെയാണ് ഞാൻ ചെലവഴിച്ചത്, അതിൽ എന്ത് ഉപകാരമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ നാം ഓരോ ദിവസവും നമ്മളെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ഓരോ ദിവസവും രാത്രിയാവുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെയുള്ള ദിവസമായിരുന്നു, എനിക്ക് ഉപകാരമുള്ള ദിവസമായ, എന്റെ സമയം എവിടൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ള സമയവും സാഹചര്യവും ആരോഗ്യവും ഒക്കെ നമുക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നാം വിനിയോഗിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വസ്തഈനു ബില്ലാഹ്. നീ അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പൊ നമുക്ക് ഉപകാരമുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നു, അല്ലെ? അതേപോലെ ഈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ആകുന്നതിന് വേണ്ടി, ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ആകുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ വലാ തഹ്സൻ. നീ ഒരിക്കലും ദുർബലനായിട്ട് മാറരുത്, നീ തളർന്ന ഒരാളായിട്ട് മാറരുത്. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നീ അലസനോ മടിയനോ ആയിട്ട് മാറരുത് എന്നതാണ്, അല്ലെ? വലാ തഹ്സൻ. നീ ഒരിക്കലും അലസനോ മടിയനോ ആയിട്ട് മാറരുത്. മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പരിഹസിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് കുത്തുവാക്കുകൾ പറയുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്, അല്ലെ? അവരുടെ വാക്കുകൾക്ക് നമ്മൾ അവരുടെ വാക്കുകൾ നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയരുത്. എന്നാൽ നമ്മൾ ആവേണ്ടത് എങ്ങനെയാണ്? ആരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, അല്ലെ? എനിക്കൊരു ജീവിത മാർഗമുണ്ട്. അവരുടെ വാക്കുകൾ അവർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് എന്റെ ജീവിതം ഞാൻ ജീവിക്കും. അവരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തരുത്. ആ ഒരു രീതിയിൽ നല്ല കൂവത്തുള്ള ഒരു കൽബിന്റെ ഉടമയായിട്ട് നമ്മൾ മാറണം. വലാ തഅ്സൻ. നീ ഒരിക്കലും തന്നെ ദുർബലനായിട്ട് മാറരുത്. അപ്പൊ ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസായിരുന്നു, അല്ലെ? നമ്മൾ എങ്ങനെയാണ് നമുക്ക് കരുത്തുറ്റ ഈമാനും കരുത്തുറ്റ മനസ്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന, ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പങ്കുവെച്ചത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ എങ്ങനെയാണോ നമ്മളെ ദിവസം കടന്നു പോകുന്നതെന്ന് ഓരോ ദിവസം നമ്മൾ ചിന്തിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറെ കാലങ്ങളായിട്ട് ഞാനും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ആയിരുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് ഇത്രയും അധികം ചിന്തിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചതും എന്നെ എത്തിച്ചത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ്.
അൽഹംദുലില്ലാ ഇന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും എന്റെ ലൈഫിൽ ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് തരും. പക്ഷെ അവിടെയൊക്കെ ഇന്ന് എത്രയോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ലൈഫിൽ കിട്ടിയിട്ടും അതൊന്നും തിരിച്ചറിയാണ്ട് ഇന്നും ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന, പരീക്ഷണങ്ങൾ വന്നിട്ടും അള്ളാഹുവിലേക്ക് അടുക്കാത്ത എത്രയോ മനുഷ്യർ നമ്മളെ ചുറ്റിലും ഉണ്ട് അല്ലെ? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് വന്നതെന്ന് പോലും ചിന്തിക്കാതെ വീണ്ടും വീണ്ടും ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ആളുകളുണ്ട് അല്ലെ? അള്ളാഹു അത്രയും ആൾക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾക്ക് കിട്ടിയ തെക്കുവ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ സോലിഹായ മക്കളാക്കി നീ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മഫ്റത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ, ലോകത്ത് എല്ലാ ഇടത്തുമുള്ള മുസ്ലിങ്ങൾക്കും ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.